പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം എന്നാണ് പോലീസ് പറയുന്നത്. സഹപാഠികളുടെ വിശദമായ മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. AV ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, പോലീസ് നീക്കം എങ്ങനെ ജയശങ്കർ? അതായത് റിജിത്ത്, അമ്മു സജീവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് 3 പ്രതികളെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പോലീസ് ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ കോടതിക്ക് മുന്നിൽ വെച്ചു. തിങ്കളാഴ്ച ഈ അപേക്ഷ കോടതി പരിഗണിക്കും. പോലീസ് എന്തായാലും ഈ 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നൊരു നിലപാടിലാണുള്ളത്. എന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജും ഹോസ്റ്റൽ അധികൃതർ കാര്യമായ തെറ്റുകൾ പറ്റിയിട്ടില്ല. ഇതുവരെ അതുമായി ബന്ധപ്പെട്ടൊരു തെളിവും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ അമ്മുവിൻ്റെ ക്ലാസ്സിലെ കൂടുതൽ കുട്ടികളുടെ മൊഴി പോലീസ് ശേഖരിക്കും. കാരണം കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലാണ് പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ പട്ടികജാതി പീഡന നിരോധന നിയമം ഈ കേസിൽ ഉൾപ്പെടുന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് എല്ലാ സാധ്യതകളും പരിശോധിച്ചതിന് ശേഷം തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഇത് ഉൾപ്പെടുത്തുമെന്നാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് നിലവിൽ കാത്തിരിക്കുന്നത് ഈ ഫോറൻസിക് പരിശോധന റിപ്പോർട്ട്, അതായത് ഫോൺ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാനുണ്ട്. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. ഇതിനുശേഷം ഇതുകൂടി പരിഗണിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്.